الحمد لله والصلاة والسلام على رسول الله أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പ്രിയമുള്ള സഹോദരങ്ങളെ, അൽ മുലഖസുൽ ഫിഖ്ഹി എന്ന ഗ്രന്ഥത്തിൽ നിന്ന് കിതാബു സ്വലാത്താണ് നമ്മൾ കഴിഞ്ഞ ദർസുകളിൽ വായിച്ചത്. ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് നമസ്കാരത്തിൻ്റെ അർക്കാനുകൾ, വാജിബുകൾ, സുനനുകൾ, ഈ മൂന്ന് കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം നിബാബുൻ ഫി സിഫത്തി സ്വലാത്ത്, ഈ അർക്കാനുകളും വാജിബുകളും സുന്നത്തുമെല്ലാം യോജിപ്പിച്ച് എങ്ങനെയാണ് നമസ്കരിക്കുന്നത്, നമസ്കാരത്തിൻ്റെ രൂപം എങ്ങനെയാണ് എന്നാണ് അടുത്ത ഒരു അധ്യായത്തിൽ കൊണ്ടുവരുന്നത്. മുസന്നിഫ് ഹഫിളഹുല്ലാഹ് പറയുന്നു, ബഅദ അൻ ബയ്യന അർക്കാന സ്വലാത്ത് وواجباتها وسننها القولية والفعلية نريد أن نذكر صفة الصلاة المشتملة على تلك الأركان والواجبات والسنن حسب ما وردت به النصوص من صفة صلاة النبي صلى الله عليه وسلم. നമ്മൾ പറഞ്ഞതുപോലെ നമസ്കാരത്തിൻ്റെ വാജിബുകൾ, റുക്നുകൾ, സുന്നത്തുകൾ തന്നെ വാക്കുകൊണ്ട് പറയണതുണ്ട്, അതേപോലെ തന്നെ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തിൻ്റെ രൂപം എങ്ങനെയാണോ ഖുർആനിലും ഹദീസിലുമെല്ലാം വന്നിരിക്കുന്നത് അതുപ്രകാരം ഈ പറയുന്ന ഘടകങ്ങളെയുമെല്ലാം ഒരുമിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്നതാണ് പറയുന്നത്. ഇത് എന്തിനാണ് അങ്ങനെ പറയുന്നത്? ലിതകൂന ഖുദ്വത്തൻ ലിൽ മുസ്ലിം, ഈ ഒരു രൂപം ഒരു മുസ്ലിം അവൻ്റെ നമസ്കാരത്തിൽ പിന്തുടരപ്പെടാൻ വേണ്ടിയിട്ടാണ്. അമലൻ ബി ഖൗലിഹി, മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കാൻ. നബി പറഞ്ഞത് സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നമസ്കരിച്ച പ്രകാരം അതെങ്ങനെയാണോ കാണുന്നത് അതേപോലെ നിങ്ങൾ നമസ്കരിക്കണം എന്ന ആ കൽപ്പനയെ പിന്തുടരാനും വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ വഇലൈക സിയാഖു ദാലിക, അതിലേക്ക് എന്ത് ചെയ്യാണ് മുസന്നിഫ് നമ്മളെ ക്ഷണിക്കുകയാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാമ ഇല സ്വലാത്ത് ഇസ്തഖ്ബല ഖിബ്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് വേണ്ടി നിന്നാൽ ആദ്യമായി ചെയ്യുക ഖിബ്ലക്ക് അഭിമുഖമാവുക, കഅബയിലേക്ക് നേരിടുക എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞതുപോലെ അത് നമസ്കാരത്തിൻ്റെ ശുറൂത്തുകളിൽ പെട്ടതാണ്. വറഫഅ യദൈഹി, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കരങ്ങൾ എന്ത് ചെയ്യും? ഉയർത്തും. രണ്ട് കരങ്ങൾ മേലേക്ക് ഉയർത്തും. ഇത് ഉയർത്തുമ്പോൾ ഈ ചുമലിൻ്റെ നേരെയാകാം, അല്ലെങ്കിൽ കുറച്ചുകൂടി മേലയിലേക്ക് കയറാം. വസ്തഖ്ബല ബിബുതൂനി അസാബിഹ അൽ ഖിബ്ല, ഖിബ്ലക്ക് കരങ്ങൾ, മുൻകൈകൾ, അതിൻ്റെ വിരലുകളുടെ ഉൾഭാഗം ഖിബ്ലയിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? ഉയർത്തുക. വഖാൽ അല്ലാഹു അക്ബർ, എന്നിട്ട് എന്ത് ചെയ്യും? അല്ലാഹു അക്ബർ എന്ന് പറയും. ഇങ്ങനെ കൈ ഉയർത്തുക എന്നുള്ളതെല്ലാം സുന്നത്തുകളിൽപ്പെട്ടതാണ്. എന്നാൽ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് നമസ്കാരത്തിൻ്റെ റുക്നിൽപ്പെട്ടതാണ്, നിർബന്ധ ഘടകമാണ്. എന്നിട്ട് സുമ്മ യുംസിക്കു ഷിമാലഹു ബിയമീനി, എന്നിട്ട് വലത് കൈ കൊണ്ട് ഇടത് കൈയിനെ പിടിക്കും. വയദഉഹുമാ അലാ സദ്രി, എന്നിട്ട് അവ രണ്ടിനെയും എന്ത് ചെയ്യും? സദ്റിൽ, നമസ്കരിക്കുന്നവൻ്റെ മുൻഭാഗത്ത് എന്ത് ചെയ്യണം? അത് വെക്കണം. എവിടെ വെക്കണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ തെളിവുകൾ എന്ത് ചെയ്തിട്ടില്ല, ഉദ്ധരിക്കപ്പെടുന്നില്ല. വ്യത്യസ്ത ഹദീസുകളുണ്ട്, പലതും പല രീതിയിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, പലതിലും ഇന്നുണ്ട് ദുർബലതകളുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലത് കൈ കൊണ്ട് ഇടതിനെ പിടിക്കുമായിരുന്നു, ചിലപ്പോൾ വയ്ക്കുകയാണ് ചെയ്യുക, അതും ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും? അതിനെ മുൻഭാഗത്തായിട്ട് വെക്കുക. സുമ്മ യസ്തഫ്തിഹു, ഇത് കഴിഞ്ഞാൽ പിന്നീട് പ്രാരംഭ പ്രാർത്ഥന നടത്തണം. വലം യകുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദാവിമു അലാ ഇസ്തിഫ്താഹിൻ വാഹിദിൻ, നബി ഒരിക്കലും ഏതെങ്കിലും ഒരു പ്രാർത്ഥന തന്നെ നടത്തിയിട്ടില്ല. പിന്നെയോ ഫകുല്ലുൽ ഇസ്തിഫ്താഹാത്തി സാബിതത്തി അൻഹു യജൂസുൽ ഇസ്തിഫ്താഹു ബിഹാ, 10-ലധികം പ്രാരംഭ പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് എന്ത് ചെയ്യുക? പ്രാരംഭ പ്രാർത്ഥന നടത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ മാറി മാറിയാണ് പ്രാർത്ഥനകൾ നടത്തിയിരുന്നത്. ഏതെങ്കിലും ഒന്നിൽ പരിമിതപ്പെടുത്തുക എന്നുള്ളത് എന്തല്ല, നബിയുടെ സുന്നത്തിൽപ്പെട്ടതല്ല. ഈ ഇസ്തിഫ്താഹിന്റെ പ്രാർത്ഥന സുന്നത്തായ കാര്യമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറി മാറി എന്ത് ചെയ്യുമായിരുന്നു? വ്യത്യസ്ത പ്രാർത്ഥനകൾ നടത്തുമായിരുന്നു. അതിൽ പെട്ടതാണ് സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് വതബാറക ഇസ്മുക് വതആല ജദ്ദുക് വലാ ഇലാഹ ഗൈറുക്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാരംഭ പ്രാർത്ഥനയാണ്.
സുമ്മ യഖൂൽ, എന്നിട്ട് അവൻ പറയണം, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഇസ്തിആദ നടത്തും. ഷൈത്വാനിന്റെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നതാണത്. അതിനുശേഷം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ബസ്മല, അള്ളാഹുവിന്റെ നാമം കൊണ്ട് ആരംഭിക്കുന്നു എന്ന് ബസ്മല പറയും. സുമ്മ യഖറഉ ഫാത്തിഹത്തുൽ കിതാബ്, ഇത് രണ്ടും കഴിഞ്ഞതിന് ശേഷം പിന്നീട് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നത് മുതലാണ് സൂറത്തുൽ ഫാത്തിഹയുടെ ആരംഭം എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. അപ്പോൾ ഇസ്തിആദ, ഇസ്തിഫ്താഹിന്റെ പ്രാർത്ഥന, പ്രാരംഭ പ്രാർത്ഥന അഊദു ശേഷം ബിസ്മി, ഇതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഫാത്തിഹ പാരായണം ചെയ്യുന്നു. അങ്ങനെ ഫൈദാ ഖതമഹ ഖാല ആമീൻ, ഫാത്തിഹ പാരായണം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യും? അവസാനം ആമീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. സുമ്മ യഖറഉ ബഅദ ദാലിക സൂറത്തൻ, അതിനുശേഷം ഫാത്തിഹയ്ക്ക് ശേഷം പിന്നീട് ഒരു സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യും. ത്വീലത്തൻ താറത്തൻ വഖസീറത്തൻ താറത്തൻ, ചിലപ്പോൾ ദീർഘമേറിയതായിരിക്കും, ചിലപ്പോൾ ചുരുങ്ങിയതായിരിക്കും. മുതവസ്സിത്തൻ താറത്തൻ, വേറെ ചിലപ്പോൾ എന്തായിരിക്കും? ഒരു ഇടയിലുള്ള മുതവസ്സിത്തായ മധ്യമം രൂപത്തിലുള്ളതായ, വലിയ ദീർഘവുമില്ല എന്നാൽ തീരെ ചെറുതുമല്ലാത്തതായ സൂറത്തുകളായിരിക്കും. വകാന യുതീലു ഖിറാഅത്തൽ ഫജ്രി അക്സറ മിൻ സായിരി സ്വലവാത്ത്, മറ്റുള്ള നമസ്കാരങ്ങളെക്കാൾ ഏറ്റവും അധികം നബി ഖുർആൻ പാരായണം ചെയ്തത് ഏത് നമസ്കാരത്തിലാണ്? ഫജ്ർ നമസ്കാരത്തിലാണ്. സുബ്ഹ് നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീർഘമായി പാരായണം ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത് എങ്ങനെയാണ് പാരായണം ചെയ്യുന്നതെന്ന് വ്യത്യസ്തങ്ങളായ സുന്നത്തുകളുണ്ട്. ചിലപ്പോൾ ഒരു സൂറത്ത് അധികം ആദ്യാവസാനം പാരായണം ചെയ്യുക എന്നുള്ളതാണ് അധികവും നബി ചെയ്തിരുന്നത്. എന്നാൽ ചിലപ്പോഴെല്ലാം എന്ത് ചെയ്യും? ഒരു സൂറത്തിനെ അതിൻ്റെ ആദ്യ ഭാഗം ഒരു റക്അത്തിലും അടുത്ത ഭാഗം വേറെ റക്അത്തിലായിട്ട് പാരായണം ചെയ്യുന്നതിന് കുഴപ്പമില്ല. എന്നാൽ അധികവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൂറത്തിന് എന്ത് ചെയ്യലാണ്? പൂർണ്ണമായി പാരായണം ചെയ്യുന്ന രീതിയാണ് അധികവുമായും കണ്ടുവരുന്നത്. ചിലപ്പോൾ ഒന്നിലധികം സൂറത്തുകൾ ഒരേ നമസ്കാരത്തിൽ പാരായണം ചെയ്യുന്നുണ്ട്. അത് സുന്നത്തായ നമസ്കാരത്തിൽ ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോഴാണ്. ബഖറയും ആലു ഇംറാനും എല്ലാം ഒരേ റക്അത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്, പാരായണം ചെയ്യുന്നതായിട്ട് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. വകാന യജ്ഹറു ബിൽ ഖിറാഅത്തി ഫിൽ ഫജ്രി വൽ ഊലയൈനി മിനൽ മഗ്രിബി വൽ ഇശാ, ഫജ്ർ നമസ്കാരത്തിൽ അതേപോലെ മഗ്രിബിന്റെയും ഇശാഇന്റെയും ആദ്യ 2 റക്അത്തുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ ഓതി എന്ത് ചെയ്യും? നമസ്കരിക്കും. അപ്പോൾ ഇമാമാണെങ്കിൽ ഉറക്കെ ഓതി എന്ത് ചെയ്യണം? നമസ്കരിക്കണം. സുബ്ഹ് നമസ്കാരത്തിലും മഗ്രിബിന്റെയും ഇശാഇന്റെയും ആദ്യ 2 റക്അത്തുകളിലും. വയുസിറുൽ ഖിറാഅത ഫീമാ സിവാ ദാലിക്, മറ്റുള്ള റക്അത്തുകളിലും നമസ്കാരങ്ങളിലേക്ക് എന്താണ് ചെയ്യുക? പതിയെ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം യുതീലു റക്അത്തൽ ഊലാ മിൻ കുല്ലി സ്വലാത്തിൻ അല സാനിയ, ഏത് നമസ്കാരമാണെങ്കിലും ആദ്യ റക്അത്തിന് നബി എന്ത് ചെയ്യും? രണ്ടാമത്തതിനേക്കാൾ ദീർഘിപ്പിക്കും. അപ്പോൾ ആദ്യ റക്അത്തിൽ എത്ര പാരായണം ചെയ്യുവോ അത്ര ചെയ്യൂല. ഇവിടെ രണ്ടാമത്തെ റക്അത്തിൽ ആദ്യത്തേതായിരിക്കും കൂടുതൽ ദീർഘമായത്, അതിനേക്കാൾ ചെറുതായിരിക്കും രണ്ടാമത്തെ റക്അത്ത്. ഇങ്ങനെ സൂറത്ത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ സുമ്മ യർഫഉ യദൈഹി കമാ റഫഉഹുമാ ഫിൽ ഇസ്തിഫ്താഹ്, ആദ്യം പ്രാരംഭത്തിൽ കൈ ഉയർത്തിയതുപോലെ പിന്നീട് എന്ത് ചെയ്യാണ് ചെയ്യുക? കൈ ഉയർത്തുക എന്നുള്ളതാണ്. പലപ്പോഴും ആളുകൾ ഇങ്ങനെ കൈ കെട്ടിയിരുന്ന കൈ ഖിറാഅത്ത് കഴിയുമ്പോൾ താഴ്ത്തിയിടുക എന്നുള്ളതാണ് പലരും കാണുന്നത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഉയർത്തി വച്ചിരിക്കുന്ന കൈ എന്ത് ചെയ്യുക? പിന്നീട് രണ്ടും ഉയർത്തുക, അതാണ് ചെയ്യേണ്ടത്. റുക്കൂഇലേക്ക് പോകുന്നതിന് മുമ്പ് 2 കരങ്ങൾ എന്ത് ചെയ്യുക? നേരെ ഉയർത്തുക. സുമ്മ യഖൂലു അല്ലാഹു അക്ബർ, എന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് വയഖിറു റാക്കിഅ, റുക്കൂഇലേക്ക് എന്ത് ചെയ്യുക? കുനിഞ്ഞു പോവുക, ഇതാണ് ചെയ്യേണ്ടത്. വയദഉ യദൈഹി അലാ റുക്ബതൈഹി മുഫറജതൈ അൽ അസാബിഅ, എന്നിട്ട് ഈ 2 കൈകളുടെയും മുൻ കൈകൾ മുട്ടുകാലുകളുടെ മേൽ വെക്കണം. 2 മുട്ടുകാലുകളുടെ മേൽ വെക്കണം. എങ്ങനെയാണ് വെക്കേണ്ടത്? മുഫറജതൈ അൽ അസാബി, വിരലുകളെല്ലാം വിടർത്തിയാണ് ആ സമയത്ത് വെക്കേണ്ടത്. റുക്കൂഇൽ എല്ലാ വിരലുകളും വിടർത്തി വെക്കണം. നമ്മൾ നേരത്തെ ഉയർത്തുമ്പോൾ എന്ത് ചെയ്യേണ്ടതില്ല? കൈകളിൽ ചേർക്കുകയും വേണ്ട, വിടർത്തുകയും വേണ്ട, സാധാരണ രീതിയിലാണ് വെക്കേണ്ടത്. എന്നാൽ ഈ റുക്കൂഇന്റെ സമയത്ത് എന്ത് ചെയ്യണം? വിരലുകളെല്ലാം വിടർത്തി വെക്കുക എന്നുള്ളതാണ് സുന്നത്ത്. വയുമക്കിനവുമ, അവ രണ്ടിനെയും നല്ല രീതിയിൽ ഉറപ്പിച്ചവിടെ വെക്കണം. വയമുദ്ദു ബഹ്റഹു, അവന്റെ മുതുകിനെ നിവർത്തണം. വയജ്അലു റഅസഹു ഹിയാല, എന്നിട്ട് നിവർന്നു നിൽക്കുന്ന ആ മുതുകിനോട് നേരെ തന്നെ തലയും മാറ്റും. തല ഇങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല? താഴ്ത്ത ലാ യർഫഉഹു വലാ യഖ്ഫിദു, തല ഇങ്ങനെ ഉയർത്തിപ്പിടിക്കാനും പാടില്ല,
താഴ്ത്തി പിടിക്കാനും പാടില്ല. മുതുക് എങ്ങനെയാണോ കൃത്യമാക്കിയത് അതേപോലെ എന്ത് ചെയ്യണം, തല അതിൻ്റെ നേരെ കൊണ്ടുവരണം. ചില ഹദീസുകളിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നേരെ നിന്നാൽ പുറത്ത് ഒരു തുള്ളി വെള്ളം ഒഴിച്ചാൽ അതെന്ത് ചെയ്യൂല, പോകാത്ത രീതിയിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുമായിരുന്നു, വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതുകിനെ കൃത്യമാക്കുമായിരുന്നു. തലയും അതിനോടൊപ്പം വെക്കും. വയഖൂൽ, എന്നിട്ട് പറയും സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് റുക്കൂഇൽ പ്രാർത്ഥിക്കും. വേറെയും ധാരാളം പ്രാർത്ഥനകൾ സുന്നത്തായിട്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതിലേതെങ്കിലും പ്രാർത്ഥനകൾ പറയുക. ثم يرفع رأسه قائلا سمع الله لمن حمده, എന്നിട്ട് سمع الله لمن حمده എന്ന് പറയുന്നവനായ നിലയിൽ എന്ത് ചെയ്യുന്നു, തല ഉയർത്തുന്നു, റുക്കൂഇൽ നിന്ന് മേലേക്ക് പോകുന്നു. ويرفع يديه كما يرفعهما عند الركوع, റുക്കൂഇലേക്ക് പോയപ്പോൾ എങ്ങനെയാണോ കൈകൾ ഉയർത്തിയത് അതേപോലെ തന്നെ വീണ്ടും ചെയ്യണം. കൈകൾ ഇങ്ങനെ ഉയർത്തുക എന്നുള്ളതും എന്താണ്, സുന്നത്തായി സ്ഥിരപ്പെട്ടിരിക്കുന്നതാണ്. 5 സ്ഥലങ്ങളിൽ കരങ്ങൾ ഇങ്ങനെ ഉയർത്തൽ പ്രധാനപ്പെട്ട സുന്നത്താണ്. ഒന്ന്, പ്രാരംഭ പ്രാർത്ഥനയുടെ സമയത്ത് അല്ലാഹു അക്ബർ എന്ന് തക്ബീറത്തുൽ ഇഹ്റാം പറയുമ്പോൾ, പിന്നീട് റുക്കൂഇലേക്ക് പോകുമ്പോൾ, റുക്കൂഇൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ 4 സ്ഥലത്ത്. ഈ 3 പിന്നീട് എന്താണ്, 2ാമത്തെ റക്അത്തിൽ നിന്ന് 3ാമത്തെ റക്അത്തിലേക്ക് ഉയർന്നിരിക്കുമ്പോൾ. ഇതാണ് 4 സ്ഥലം. ഈ 4 സ്ഥലങ്ങളിൽ എന്ത് ചെയ്യണം, ഇങ്ങനെ കൈ ഉയർത്തുക എന്നുള്ള പ്രധാനപ്പെട്ട സുന്നത്താണ്. എന്നാൽ ചില ഹദീസുകളിൽ എല്ലാ ഉയർച്ചയിലും താഴ്ചയിലും നബി എന്ത് ചെയ്യുമായിരുന്നു, കൈ ഉയർത്തുമായിരുന്നു. ചിലപ്പോഴെല്ലാം എന്ന് കാണാം. അത് പ്രബലമായ സുന്നത്തല്ല, എന്നാൽ ചിലപ്പോഴെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങനെ ഉയർന്ന് നിന്നതിന് ശേഷം ഫഇദാ അഅ്തദല ഖായിമൻ, നേരെ ചൊവ്വെ നിന്ന് കഴിഞ്ഞാൽ ഖാല റബ്ബനാ ലക്കൽ ഹംദ്, റബ്ബനാ ലക്കൽ ഹംദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു. ശേഷം സ്ഥിരപ്പെട്ടിരിക്കുന്ന റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വൽ അർദ് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന, അത് ദീർഘമായി പല ഹദീസുകളിലും വന്നിട്ടുണ്ട്. അത് പറയും. വകാന യുതീലു ഹാദൽ ഇഅ്തിദാൽ, ഈ ഇഅ്തിദാൽ നബി ദീർഘിപ്പിക്കും. ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് അങ്ങനെ തന്നെ പോവുക എന്നുള്ളതല്ല. റുക്കൂ എത്രത്തോളം ദീർഘിപ്പിച്ചുവോ അതേപോലെ തന്നെ എന്ത് ചെയ്യുമായിരുന്നു, നൃത്തവും അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുമായിരുന്നു എന്നുള്ളതാണ്. അവിടെ തുമഅനീനത്ത് വേണം, അടങ്ങി നിൽക്കണം. എന്നിട്ട് പിന്നീട് സുജൂദിലേക്ക് പോകാൻ സാധിക്കും. സുമ്മ യുകബ്ബിറു വയഖിറു സാജിദ, എന്നിട്ട് തക്ബീർ പറഞ്ഞുകൊണ്ട് സുജൂദിലേക്ക് പോകും. വലാ യർഫഉ യദൈഹി, ആ സമയത്ത് കരങ്ങൾ ഉയർത്തുകയില്ല. ഫയസ്ജുദു അലാ ജബ്ഹതിഹി വഅൻഫിഹി വയദൈഹി വറുക്ബതൈഹി വഅത്റാഫി ഖദമൈഹി, അങ്ങനെ സുജൂദ് ചെയ്യും. നെറ്റിയും മൂക്കും, അതേപോലെ 2 മുൻകൈയുകൾ, മുട്ടുകാലുകൾ, അതേപോലെ തന്നെ കാലിൻ്റെ കാൽപാദങ്ങളുടെ വിരലുകൾ, ഇവകൾ എന്ത് ചെയ്യും, അറ്റങ്ങൾ, ഇവകൾ ഭൂമിയിൽ പതിച്ചു വെച്ചുകൊണ്ട് സുജൂദ് ചെയ്യും. വയസ്തഖ്ബിലു ബി അസാബിഇ യദൈഹി വരിജ്ലൈഹി അൽ ഖിബ്ല, ഇങ്ങനെ സുജൂദ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സുന്നത്തായ രീതി, കൈകളുടെയും കാലുകളുടെയും വിരലുകൾ എവിടേക്ക് തിരിയണം, ഖിബ്ലയിലേക്ക് തിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കൈകളുടെ 10 വിരലുകളും ഖിബ്ലയിലേക്ക് തിരിയുന്നു. അതേപോലെ തന്നെ കാലുകൾ ഇങ്ങനെ മടക്കി വെച്ചിട്ട് അവകളും എന്ത് ചെയ്യുന്നു, പരമാവധി ഖിബ്ലയുടെ ഭാഗത്തേക്ക് തിരിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുക, കാലുകൾ ഇങ്ങനെ മടക്കി വയ്ക്കുക സുജൂദിൽ. ഇതാണ് സുന്നത്തായ രീതി. സുജൂദിൽ വിരലുകൾ ഇങ്ങനെ ചേർത്ത് വയ്ക്കുക എന്നുള്ളത് പ്രത്യേകം ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അവിടെ റുക്കൂയിൽ വിടർത്തിയതുപോലെ വിടർത്തേണ്ടതില്ല, സാധാരണ പോലെയുമല്ല, ശരിക്കും എന്ത് ചെയ്യണം, ചേർത്ത് വയ്ക്കുക എന്നുള്ളതാണ് സുന്നത്തായ രീതി. ഇനി വയഅ്തദിലു ഫീ സുജൂദി വയഅ്തദിലു ഫീ സുജൂദി, എന്നിട്ട് സുജൂദിൽ എന്ത് ചെയ്യണം, കൃത്യമായി ചൊവ്വായി അവിടെ കിടക്കണം. വയുമക്കിനു ജബ്ഹതഹു വഅൻഫഹു മിനൽ അർദ്, നെറ്റിയും മൂക്കും ഭൂമിയിൽ എന്ത് ചെയ്യണം, നന്നായിട്ട് പതിച്ചു വെക്കണം. വയഅ്തമിദു അലാ കഫൈഹി, 2 കഫിന്റെ മേലാണ് അവൻ ആശ്രയിക്കേണ്ടത്. സുജൂദിൽ കിടക്കുമ്പോൾ 2 കഫിന്റെ മേൽ എന്ത് ചെയ്യണം, ബലം വരുന്ന രീതിയിൽ അതിനെ ആശ്രയിക്കണം. വയർഫഉ മിർഫഖൈ, ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ത്, ഈ 2 മിർഫക്കുകൾ, 2 മുട്ടുകൾ അത് ഉയർത്തി വെക്കണം. അത് ഭൂമിയിൽ ഇങ്ങനെ കിടത്തി വെക്കുക എന്നുള്ളത് കറാഹത്താണ്, പാടില്ലാത്തതാണ്. 2 മുട്ടുകൾ എന്ത് ചെയ്യണം, ഉയർത്തി വെക്കണം, ഭൂമിയിലേക്ക് പതിക്കരുത്, എന്ത് ചെയ്യണം, അത് ഉയരണം. അതേപോലെ തന്നെ വയുജാഫി അദുദൈഹി അൻ ജംബൈഹി, ഇതന്നെയാണ് അദുദ് എന്ന് പറയുന്നത്, നമ്മുടെ തോൾക്കൈയ്യ്. ഇത് എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ വയ്ക്കാൻ പാടില്ല, അതും എന്ത് ചെയ്യണം, ശരീരത്തിൻ്റെ ഇരുവശങ്ങളിൽ നിന്ന് അകറ്റണം. അങ്ങനെയാണ് സുജൂദ് എന്ത് ചെയ്യേണ്ടത്, കിടക്കേണ്ടത്. എന്നാൽ അടുത്ത് മറ്റുള്ള ആളുകൾ നമസ്കരിക്കുമ്പോൾ അവർ പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ എന്ത് ചെയ്യരുത്, അകറ്റരുത്. എത്രയാണോ സൗകര്യം കിട്ടുക അത് പ്രകാരം എന്ത് ചെയ്യാവും,
അകറ്റാവും. ഒറ്റയ്ക്ക് നമസ്കരിക്കും നന്നായിട്ട് എന്ത് ചെയ്യണം, ഇമാമോ അല്ലെങ്കിൽ മുൻഫരിദോ സുന്നത്ത് നമസ്കരിക്കും നന്നായിട്ട് എന്ത് ചെയ്യണം, അകറ്റി വെക്കണം. വയർഫഉ ബത്നഹു അൻ ഫഖ്ദി, അതേപോലെ തന്നെ വയറ് ഇരു തുടകളിൽ നിന്നും എന്ത് ചെയ്യണം, അകലം പാലിക്കണം. അതിങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല, ചേർത്ത് വെക്കാൻ പാടില്ല. വഫഖ്ദൈഹി അൻ സാഖൈ, അതേപോലെ തന്നെ ഈ തുടയുടെ ഭാഗവും രണ്ട് കാൽത്തണ്ടകൾ അതും തമ്മിൽ എന്ത് ചെയ്യണം, ഇങ്ങനെ അകലം പാലിക്കണം. അതും ചെയ്യാൻ പാടില്ല. ഇങ്ങനെയല്ല പോകേണ്ടത്, പിന്നെന്താണ് ഇങ്ങനെ നേരെ ആകണം. അപ്പോൾ കാലിൻ്റെ സാഖ്, അവൻ്റെ കാൽ ഭാഗവും തുടയുടെ ഭാഗവും തമ്മിൽ എന്ത് ചെയ്യണം, വിടർന്നു നിൽക്കണം. ഇതാണ്. വഖാന യഖൂലു ഫീ സുജൂദിഹി സുബ്ഹാന റബ്ബിയൽ അഅല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പറയുമായിരുന്നു. വേറെയും ധാരാളം പ്രാർത്ഥനകൾ സുജൂദിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ആ പ്രാർത്ഥനകൾ എന്ത് ചെയ്യണം, മാറി മാറി പറയാവുന്നതാണ്. ثم يرفع رأسه قائلا الله أكبر, പിന്നീട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് തല ഉയർത്തണം. ثم يفرش رجله اليسرى ويجلس عليها, എന്നിട്ട് ഇടത് കാലിനെ എന്ത് ചെയ്യണം, വിരിച്ചു വെക്കണം. ഇടത് കാലിനെ വിരിച്ചു വെക്കണം. വയജിലിസു അലൈഹ, എന്നിട്ട് അതിൻ്റെ മേലെ വെക്കുക. ഇതാണ് ഇടത് കാലിന് ഇങ്ങനെ വിരിച്ചു വെക്കുക. അതായത് നമ്മൾ സാധാരണ ഒന്നാമത്തെ തശഹുദിൽ ഇരിക്കുന്ന രീതിയിൽ ഇടത് കാലിനെ വിരിച്ചു വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, വയജിലിസു അലൈഹ, അതിൻ്റെ മേലിരിക്കണം. ഇടത് കാലിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേലിരിക്കണം. വയൻസിബുൽ യുംന, വലത് കാലിനെ ഇങ്ങനെ നാട്ടിവെക്കണം, കുത്തിവെക്കണം. വലത് കാലിനെ എന്ത് ചെയ്യണം, കുത്തിവെക്കണം. ഇതാണ് ചെയ്യേണ്ടത്. വയദഉ യദൈഹി അലാ ഫഖ്ദൈ, രണ്ട് കൈകൾ എന്ത് ചെയ്യണം, രണ്ട് തുടയുടെ മേൽ വെക്കണം. സുമ്മ യഖൂൽ അല്ലാഹുമ്മ, ഇങ്ങനെ വെക്കുമ്പോൾ ചേർത്തും വെക്കേണ്ട വിടർത്തും ചെയ്യേണ്ട, സാധാ പോലെ എന്ത് ചെയ്താൽ മതി, വെച്ചാൽ മതി. എന്നിട്ട് അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വജ്ബുർനി വഹ്ദിനി വർസുഖ്നി എന്നുള്ള പ്രാർത്ഥന പറയണം. അല്ലാഹു എനിക്ക് പുറത്തു തരണമേ, എന്നോട് കരുണ കാണിക്കണമേ, എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമേ, സന്മാർഗത്തിൽ നീ എന്നെ നടത്തണമേ, റിസ്ക് നൽകണമേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന എന്ത് ചെയ്യണം, പറയണം. ثم يكبر ويسجد ويصنع في الثانية مثل ما صنع في الأولى, എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യണം, സുജൂദ് ചെയ്യണം. തക്ബീർ ചൊല്ലിക്കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് സുജൂദിൽ പോകണം. എന്നിട്ട് രണ്ടാമത്തെ സുജൂദിലും ആദ്യത്തെ സുജൂദിൽ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ സുജൂദ് ചെയ്യുക. ثم يرفع رأسه مكبرا, എന്നിട്ട് വീണ്ടും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് തല ഉയർത്തുക. വയൻഹദു അലാ സുദൂരി ഖദമൈ, അങ്ങനെ ഉയരുമ്പോൾ എങ്ങനെയാണ് ഉയരേണ്ടത്? മുസന്നിഫ് ഉലമാക്കൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഇവിടെ മുസന്നിഫ് റഹ്മത്തുള്ളാഹി പറയുന്നു, വയൻഹദു, അവൻ ഉണരണം, അലാ സുദൂരി ഖദമൈ, രണ്ട് കാലുകളുടെ സുദൂറിൻ്റെ മേൽ ആശ്രയിച്ചുകൊണ്ട്. കാലിൻ്റെ സുദൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, വിരലുകൾ കഴിഞ്ഞിട്ടുള്ള ഈ ഭാഗം, അതിനാണ് സുദൂർ ഖദമൈ എന്ന് പറയുന്നത്. അതിൽ ഊന്നിക്കൊണ്ട് മുഅ്തമിദൻ അലാ റുക്ബത്തൈഹി വഫഖ്ദൈ, അതേപോലെ തന്നെ അവൻ്റെ മുട്ടിലും അതേപോലെ തന്നെ തുടയിലും കൈ വെച്ചുകൊണ്ട് എഴുന്നേൽക്കണം. അപ്പോൾ എഴുന്നേൽക്കുമ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനെ എഴുന്നേൽക്കുക. ഒരിടത്തും എന്ത് ചെയ്യാതെ ആശ്രയിക്കാത്ത രീതിയിൽ എന്ത് ചെയ്യുന്നു, സുജൂദിൽ നിന്ന് എണിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുന്നേൽക്കുക. ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില ഉലമാക്കൾ എന്താണ്, വിരലുകൾ ഇങ്ങനെ കുത്തി എഴുന്നേൽക്കാം എന്ന് ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഹദീസിനെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉലമാക്കൾക്കുണ്ട്. ആ ഹദീസ് സ്ഥിരപ്പെട്ടതാണെങ്കിൽ അങ്ങനെയാണ് എഴുന്നേൽക്കേണ്ടത്. അതല്ലെങ്കിൽ മുസന്നിഫ് റഹ്മത്തുള്ളാഹിയുടെ അഭിപ്രായ പ്രകാരം എന്താണ്, കൈ എവിടെയും ആശ്രയിക്കാതെ കൈ മുട്ടിൽ എന്ത് ചെയ്യുക, ഊന്നിക്കൊണ്ട് കാൽപാദങ്ങളുടെ ഈ സദർ അത് എന്ത് ചെയ്യുക, ഊന്നിക്കൊണ്ട് എഴുന്നേൽക്കുക എന്നുള്ളതാണ്. ഫഇദസ്തതമ്മ ഖായിമൻ, ഇനി അങ്ങനെ നേരെ നിന്ന് കഴിഞ്ഞാൽ അഖദ ഫിൽ ഖിറാഅ, വീണ്ടും ഖുർആൻ പാരായണം ചെയ്യണം. ഫാത്തിഹ. വയുസല്ലി റകഅത സാനിയത കൽഊല, ഒന്നാമത്തെ റകഅത്തിൽ എങ്ങനെയാണ് നിസ്കരിച്ചത് അതേപോലെ എന്ത് ചെയ്യണം, രണ്ടാമത്തെ റകഅത്തിനെയും നമസ്കരിക്കണം. ثم يجلس للتشهد الاول مفترشا كما يجلس بين السجدتين, രണ്ടാമത്തെ റകഅത്ത് ഇങ്ങനെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ, രണ്ട് സുജൂദ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യണം, അവൻ തശഹുദിന് വേണ്ടി ഇരിക്കണം. ഒന്നാമത്തെ തശഹുദ്, രണ്ട് റകഅത്തുള്ളതാണ് അവസാനത്തെ തശഹുദ്. തശഹുദിന് വേണ്ടി ഇരിക്കണം. അതെങ്ങനെയാണ് ഇരിക്കേണ്ടത്? രണ്ട് സുജൂദുകളുടെ ഇടയിൽ ഇരുന്നല്ലോ, ആ ഇരുത്തം, ഇഫ്തിറാഷിന്റെ ഇരുത്തം, ആ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. ഇടത് കാല് വിരിച്ച് അതിൻ്റെ എന്ത് ചെയ്യുക, അതിൻ്റെ മേലിരിക്കുക, വലത് കാല് നാട്ടിവെക്കുക, ആ രീതിയിലാണ് ഇരിക്കേണ്ടത്.
വയദഉ യദഹുൽ യുംന അലാ ഫഖ്ദിഹിൽ യുംന, വലത് കൈയിനെ ഇടത് തുടയുടെ മേൽ വെച്ചു. വയദഹുൽ യുസ്ര അലാ ഫഖ്ദിഹിൽ യുസ്ര, ഇടത് കൈയിനെ ഇടത് തുടയുടെ മേലും വെച്ചു. വയദഉ ഇബ്ഹാമ യദിഹി അൽ യുംന അലാ ഉസ്ബുഇഹിൽ വുസ്താ കഹൈഅത്തിൽ ഹൽക, എന്നിട്ട് വലത് കൈയിന്റെ ഇബ്ഹാമം, ഈ തള്ളവിരൽ, അതിനെന്ത് ചെയ്യുക, അതിന്റെ മധ്യവിരലിന്റെ മേൽ ഒരു ഹൽക്കത്ത് പോലെ, ഒരു വളയം പോലെ എന്ത് ചെയ്യുക, ഇങ്ങനെ പിടിക്കുക, ഒരു വളയമാക്കിയിട്ട് ഇങ്ങനെ വെക്കുക. വയുഷീറു ബി ഉസ്ബുഇഹി സബ്ബാബ, സബ്ബാബ വിരൽ, ചൂണ്ടുവിരലുകൊണ്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ ചൂണ്ടുക, നേരെ തന്നെ ചൂണ്ടുക. വയംബുറു ഇലൈഹ, എന്നിട്ട് ആ ചൂണ്ടുന്ന വിരലിലേക്ക് നോക്കുക. ഇതാണ് സുന്നത്ത്. അപ്പോൾ ഇങ്ങനെ വളയമായിട്ട് പിടിച്ചിട്ട് എന്ത് ചെയ്യുക, ചൂണ്ടുവിരൽ ഇങ്ങനെ ചൂണ്ടിപ്പിടിക്കുക. ചില ഹദീസുകൾ പ്രകാരം ഈ മധ്യവിരലിന്റെ മേൽ ഈ വിരൽ ഇങ്ങനെ വെറുതെ വച്ചാലും മതി. അതും എന്താണ്, ചില അതിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട് ചില ഹദീസുകൾ. അതല്ലെങ്കിൽ ഇങ്ങനെ വളയമായിട്ട് പിടിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അതിലേക്ക് നോക്കുക. അപ്പോൾ വിരലിങ്ങനെ ഉയർത്തിക്കഴിഞ്ഞാൽ, തശഹൂദിൽ വിരൽ ഉയർത്തിക്കഴിഞ്ഞാൽ അതിലേക്ക് നോക്കൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തശഹൂദിന് വേണ്ടി ഇരുന്നാൽ എന്ത് ചെയ്യുമായിരുന്നു, വിരൽ ഉയർത്തുമായിരുന്നു. തശഹൂദിന് വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ ഉയർത്തുമായിരുന്നു. ഉലമാക്കൾക്ക് 4 മദ്ഹബിലും 4 അഭിപ്രായങ്ങളാണ് ഈ വിഷയത്തിൽ, എപ്പോഴാണ് ഉയർത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ച്. എന്നാൽ കൂടുതൽ ഹദീസുകളോട് യോജിച്ചു വരുന്നത് തശഹൂദിൽ ഇരുന്നാൽ എന്ത് ചെയ്യുക, വിരലുകൾ ഉയർത്തുക എന്നുള്ളതാണ്. എന്നിട്ട് ഉയർത്തിക്കഴിഞ്ഞാൽ അതിലേക്ക് നോക്കുക എന്നുള്ളതും സുന്നത്താണ്. അതല്ലാത്ത എല്ലാ സന്ദർഭങ്ങളിലും നോക്കേണ്ടത് എവിടെയാണ്, സുജൂദിന്റെ സ്ഥാനത്തുമാണ്. വയഖൂൽ, എന്നിട്ട് അവൻ എന്ത് ചെയ്യണം, അത്തഹിയ്യാതു ലില്ലാഹ് വസ്സലവാതു വത്വയ്യിബാത്ത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് പറയുന്ന തശഹൂദ് പാരായണം ചെയ്യണം. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖഫിഫു ഹാദിഹിൽ ജിൽസ, ഈ ജിൽസ വല്ലാതെ ദീർഘിപ്പിക്കുമായിരുന്നില്ല. ഈ യുദ്ധം ഒന്നാമത്തെ തശഹൂദ് നബി ലഘൂകരിക്കുമായിരുന്നുള്ളൂ. ചില ഉലമാക്കൾ അവിടെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്, ഇബ്രാഹിമിയ സ്വലാത്ത് കൂടി എന്താണ് ചൊല്ലൽ അവിടെ മശ്റൂ ആണ്, നിയമപരമാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതാണ് കുറച്ചുകൂടി എന്ത് പ്രബലമായ അഭിപ്രായം. നിർബന്ധമായിട്ടല്ല, എന്താണ് നബിയുടെ മേൽ സ്വലാത്ത് ചെല്ലുന്നത് അവിടെ വാജിബാണെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. നബിയുടെ ആലിന്റെ മേൽ ചെല്ലുന്നത് സുന്നത്താണ് എന്നും ഇതിലുണ്ട് അഭിപ്രായപ്പെട്ടു. എങ്ങനെയാണെങ്കിലും ഈ ഇരുത്തം ദീർഘിപ്പിക്കുമായിരുന്നില്ല എന്നുള്ളത് എന്താണ് ഉലമാക്കൾ ഏകോപിച്ചിരിക്കുന്ന കാര്യമാണ്. സുമ്മ യൻഹദു മുകബ്ബിർ, എന്നിട്ട് വീണ്ടും തക്ബീർ ചൊല്ലിക്കൊണ്ട് ഉയരണം. ഫയുസല്ലി സാലിസത വറാബിഅ, എന്നിട്ട് 3ഉം 4ഉം റക്അത്തുകൾ നമസ്കരിക്കണം. വയുഖഫിഫുഹുമാ അലൽ ഊലയൈൻ, ആദ്യ 2 റക്അത്തുകളേക്കാൾ എന്ത് ചെയ്യും, ലഘൂകരിക്കും 3ഉം 4ഉം. വയഖറഉ ഫീഹിമാ ബിഫാത്തിഹത്തിൽ കിതാബ്, അവ രണ്ടിലും എന്ത് മാത്രമേ പാരായണം ചെയ്യൂ, ഫാത്തിഹ മാത്രമേ പാരായണം ചെയ്യൂ. ചിലപ്പോൾ ബുഹറിലും അസറിലുമെല്ലാം ചെറിയ ചില സൂറത്തുകൾ ഇടക്കൊക്കെ ചെയ്തിട്ടുണ്ട്, പാരായണം ചെയ്തതായിട്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സ്ഥിരം അങ്ങനെ ചെയ്യൂല, അതിനെ ചെറുതാക്കുക എന്നുള്ളതാണ്. സുമ്മ യജ്ലിസു ഫീ തശഹുദിഹിൽ അഖീരി മുതവജ്ജികൻ, എന്നിട്ട് അവസാനത്തെ തശഹുദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബറുക്കിന്റെ ഇരുത്തമാണ് ഇരിക്കുക. യഫ്രിഷു രിജ്ലഹുൽ യുസ്റ ബിഅൻ യജ്അല ദഹറഹ അലൽ അർളി, അത് ഇടത് കാലിനെ എന്ത് ചെയ്യുന്നു, ഭൂമിയിൽ ഇങ്ങനെ വയ്ക്കുന്നു, വിരിച്ച്, എന്നിട്ട് നിലത്തിരിക്കുന്നു. ഈ രീതിയാണത് തബറുക്കിന്റെ ഇരുത്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് തബറുക്കിന്റെ ഇരുത്തം, ഇരിക്കുക. വലത് കാല് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ നാട്ടി വയ്ക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വെല്ലുകൾ മടക്കി എന്ത് ചെയ്യാം, ഇങ്ങനെ നാട്ടി വയ്ക്കാം. അത് ഒരു സുന്നത്താണ്. അതെല്ലാം സാധിക്കുന്നില്ല എങ്കിൽ വെറുതെ ഇങ്ങനെ വെച്ചു നിൽക്കുന്നില്ല, കുഴപ്പമില്ല. അതും ചിലപ്പോൾ ചെയ്തിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതായിട്ട് സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. നാട്ടാതെ വെറുതെ വെച്ചാലും കുഴപ്പമില്ല. ചില ഹദീസുകൾ പ്രകാരം ഈ ഇടത് കാലിന് എന്ത് ചെയ്യലുണ്ട്, വലത് കാലിൻ്റെ മേലെ ഈ രീതിയിൽ വെച്ചതായിട്ടുള്ളതാണ് ചിലപ്പോൾ ചില ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഇതെല്ലാം എന്താണ് ഈ ഇരുത്തത്തിൽ അനുവദനീയമായ സുന്നത്തായ രീതികളാണ്. ഇനി എന്നിട്ട് അവസാനത്തെ തശഹുദ് പാരായണം ചെയ്യണം. ഒന്നാമത്തെ തശഹുദ് പറഞ്ഞതുപോലെ അത്തഹിയ്യാത്തു ലില്ലാഹ് അല്ലെങ്കിൽ അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്ത്, വ്യത്യസ്ത ഘടനകളുണ്ട്. ഏതെങ്കിലും ഒരു ഘടന എന്ത് ചെയ്യുക, പാരായണം ചെയ്യുക. അതിനുശേഷം പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചെല്ലണം. അത് നമസ്കാരത്തിൻ്റെ റുക്നിൽപ്പെട്ടതാണ്.
ഒടുവിലത്തെ തഹജ്ജുദിൽ എന്ത് ചെയ്യണം? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും നബിയുടെ ആലിനും കുടുംബത്തിനും അല്ലാഹുവേ നീ സ്വലാത്ത് ചൊല്ലണമേ എന്ന് പറഞ്ഞാൽ അവരെ മലഉൽ അലയിൽ ഉപരിലോകത്ത് മലായിക്കത്തുകളോട് ഇവരെ സംബന്ധിച്ച് പുകഴ്ത്തി പറയുക, പ്രശംസിക്കുക. ഇതാണ് അല്ലാഹുവിന്റെ സ്വലാത്ത്. ഇതിനുവേണ്ടി ദുആ ചെയ്യുകയാണ്. ഇബ്രാഹിം നബിക്കും ഇബ്രാഹിം നബിയുടെ ആലിന്റെ മേലും അല്ലാഹുവേ നീ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. അതുകൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അവിടുത്തെ അനുയായികൾക്കും എന്ത് ചെയ്യണമേ? കുടുംബത്തിനും സ്വലാത്ത് ചൊല്ലണമേ എന്നുള്ളതാണ് ആ പ്രാർത്ഥന. അതേപോലെ ബർക്കത്തുൽ ചെയ്യണമേ. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. ഈ സ്വലാത്ത് എന്ത് ചെയ്യണം? പറയണം. ويستعيذ بالله من عذاب جهنم ومن عذاب القبر ومن فتنة المحيا والممات ومن فتنة المسيح الدجال. ഈ 4 കാര്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുക? അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുക. ഏതൊക്കെയാണ്? ഒന്ന്, നരകശിക്ഷയിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കണം. അതേപോലെ തന്നെ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന്, ജീവിതത്തിന്റെ സമയത്തും മരണത്തിന്റെ സമയത്തും ഉണ്ടാകുന്ന ഫിത്തനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, മസീഹുദ് ദജ്ജാലിന്റെ ഫിത്തന കഠിനമായ ഫിത്തനയാണ്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ദുആ ചെയ്യുക. ചില ഉലമാക്കൾ അത് വാജിബാണെന്ന് പറയുന്നവരുണ്ട്. പ്രബലമായ അഭിപ്രായം സുന്നത്ത് തന്നെയാണ്. പക്ഷെ എന്താണ്? അത്രയ്ക്കും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണത്. വയദ്ഉ ബിമാ വറദ മിനൽ അദ്ഇയത്തി ഫിൽ കിതാബി വസ്സുന്ന. എന്നിട്ട് ഖുർആനിലും സുന്നത്തിലും ധാരാളം പ്രാർത്ഥനകൾ ഈ സമയത്ത് പറയേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. സുന്നത്തിൽ നബിയുടെ പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട്. ആ പ്രാർത്ഥനകൾ എന്ത് ചെയ്യുക? പറയുക എന്നുള്ളതാണ്. ثم يسلم عن يمينه فيقول السلام عليكم ورحمة الله وعن يساره كذلك. എന്നിട്ട് വലതു ഭാഗത്തേക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അങ്ങനെ ഇടതു ഭാഗത്തേക്കും സലാം പറയുക. യബ്തദി ഉസ്സലാമ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ല. സലാം ആരംഭിക്കുമ്പോൾ ഖിബ്ലയ്ക്ക് നേരെ തിരിഞ്ഞവനായിട്ടാണ് ആരംഭിക്കേണ്ടത്. അസ്സലാം പറയുമ്പോൾ അവിടെ ഇരിക്കണം, ഖിബ്ല നേരെ ആയിരിക്കണം, മുഖം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അവസാനിക്കുമ്പോൾ വയുനിഹിഹി മഅ തമാമിൽ ഇൽത്തിഫാത്ത്. പൂർണ്ണമായിട്ടും തിരിഞ്ഞിട്ട് ചെയ്യുക, അവസാനിപ്പിക്കുക. ഇങ്ങനെ അവസാനിപ്പിക്കുമ്പോൾ തിരിയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവിള് പിന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് കാണാൻ പാകത്തിന് നന്നായി തിരിയുമായിരുന്നു എന്നാണ്. നന്നായിട്ട് തിരിയുക. ഇനി ഇങ്ങനെ സലാം പറഞ്ഞു കഴിഞ്ഞാൽ ഖാൽ അസ്തഗ്ഫിറുല്ലാഹ്, 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമായിരുന്നു. അല്ലാഹുമ്മ ഇന്നക അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന വളരെ സുന്ദരമായ പ്രാർത്ഥനകളാണ്, ദിക്റുകളാണ്. തുമ്മ യദ്കുറുല്ലാഹു ബിമാ മറദ്, ഹദീസിൽ വന്നിരിക്കുന്നത് പോലെ പിന്നീട് എന്ത് ചെയ്യുക? ദിക്റുകൾ പറയുക. എന്നിട്ട് മുസ്ലിം പറയുന്നു, അയ്യുഹൽ മുസ്ലിം, അല്ലയോ മുസ്ലിം സഹോദര, ഹാദിഹി ജുംലത്തുൻ മുഖ്തസറ ഫീ സിഫത്തി സ്വലാത്തി ഹസ്ബ മാ വറദ ഫി നുസൂസ്. നുസൂസുകളിൽ, ഹദീസുകളിൽ വന്നത് പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തിന്റെ ചുരുക്ക രൂപമാണിത്. ഫഅലൈക അൻ തഹ്തമ്മ ബിസ്വലാത്തിക ഗായത്തുൽ ഇഹ്തിമാം. നമസ്കാരത്തിന്റെ കാര്യത്തിൽ അങ്ങേയറ്റം ശ്രദ്ധ പുലർത്തുക എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ്. വഅൻ തകൂന സ്വലാത്തുക മുത്തഫിഖതൻ ഹസ്ബൽ ഇംകാനി മഅ സ്വലാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിവിന്റെ പരമാവധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തോട് നിന്റെ നമസ്കാരം ചെയ്യണം, യോജിച്ചു വരണം. അല്ലാഹു തആല പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിൽ ഏറ്റവും നല്ല മാതൃകയുണ്ട്. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. അല്ലാഹുവിനെ ആഗ്രഹിക്കുന്നവർക്ക്, ആഖിറത്തിലെ രക്ഷ ആഗ്രഹിക്കുന്നവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയുണ്ട്. അവർ നബി എങ്ങനെയാണോ ചെയ്തത് അതേപോലെ ചെയ്യാൻ ശ്രമിക്കുക. വദക്കറല്ലാഹ കസീറ, അല്ലാഹുവിനെ ധാരാളം സ്മരിക്കുന്നവർക്കും. വനസ്അലുല്ലാഹ ലിൽ ജമീഇ തൗഫീഖ വൽ ഖബൂൽ, എല്ലാ ആളുകൾക്കും ഇതിനുള്ള തൗഫീഖും സ്വീകാര്യതയും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതാണ് നമസ്കാരത്തിന്റെ രൂപവുമായി മുസന്നിഫ് ഇവിടെ നൽകിയിരിക്കുന്ന വിശദീകരണം. ഇനി നമുക്ക് പറയാനുള്ള വിഷയം നമസ്കാരത്തിന്റെ കറാഹത്തുകളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഇൻഷാ നമ്മുടെ റമദാൻ മാസം ആരംഭിക്കാറായി. ഏകദേശം 1 മാസത്തോളമാണ് ഇനി ബാക്കി ഉള്ളത്. അപ്പോൾ അടുത്ത ആഴ്ചകളിൽ നമുക്ക് നോമ്പുമായി ബന്ധപ്പെട്ട ഇതേ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെയുള്ള എന്ത് ചെയ്യാം, അഹ്കാമുൽ വിധിവിലക്കുകൾ വരുന്ന ആഴ്ചകൾ ഇൻഷാ അല്ലാഹ് വായിക്കാം. അതിനുശേഷം പിന്നീട് എന്ത് ചെയ്യാൻ, വീണ്ടും നമസ്കാരത്തിലേക്ക് മടങ്ങാം എന്നാഗ്രഹിക്കുന്നു. അള്ളാഹു കാര്യങ്ങൾ യഥാർത്ഥം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.